1980 ഒക്ടോബർ മാസം 8-ാം തീയതി അതിരാവിലെ ഇവിടെ തിരുവല്ല മീന്തലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ കരിക്കിൻവില്ല എന്ന വീട്ടിലേക്ക് അവിടുത്തെ സ്ഥിരം വേലക്കാരിയായ ലക്ഷ്മി അതിരാവിലെ തന്നെ എത്തി. അവർ ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ലീവിലായിരുന്നു. ആ ലീവൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്മി അന്ന് ആ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് എത്തിയ പാടെ അവർ വീട് വന്ന് നോക്കിയപ്പോൾ രാവിലെ ആരും എണീറ്റിട്ടില്ലല്ലോ. സാധാരണ സാറും കൊച്ചമ്മയും രാവിലെ എണീക്കുന്നതാണ്. അന്ന് രാവിലെ ഇത്ര നേരമായിട്ടും അവർ എണീക്കാത്തത് എന്താണ് എന്നൊരു ആശങ്ക അവരുടെ മനസ്സിലുണ്ടായി. അവരപ്പോൾ വീടിനുള്ളിലേക്ക് പതുക്കെ കയറി. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ വീട് തുറന്നു കിടക്കുകയാണ്. അപ്പോൾ തുറന്നു കിടന്ന ആ വീട് പതുക്കെ ഒന്ന് തള്ളി നോക്കിയപ്പോൾ തന്നെ ആ വീടിൻ്റെ വാതിലങ്ങ് തുറന്ന പാടെ ഈ ലക്ഷ്മി പതുക്കെ വീടിനകത്തേക്ക് കയറി കൊച്ചമ്മ എന്ന് വിളിച്ചിട്ടാണ് അവർ കയറുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോർജും അതോടൊപ്പം തന്നെ ഭാര്യയായ റേച്ചലുമാണ്. KC ജോർജ് എന്ന് പറയുന്ന ഒരാൾ. അവർ കുവൈറ്റിലൊക്കെ ആയിരുന്നു. അവർക്ക് വലിയ ബിസിനസ്സും ഒരുപാട് പണമൊക്കെ ഉണ്ട്. ഒരുപാട് ബിസിനസ്സൊക്കെ നടത്തി. അപ്പോൾ ഒടുവിൽ അവർ വിചാരിച്ചു പ്രായമേറെയായി, 10-60 വയസ്സായി, അപ്പോൾ ഇനി അവിടെ തുടരേണ്ട ആവശ്യമില്ല. ഉള്ള പണവും അവിടുത്തെ സമ്പാദ്യവും എല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് അവർ നേരെ നാട്ടിൽ വന്ന് താമസമാക്കിയതാണ്. അപ്പം KC ജോർജും റേച്ചൽ എന്ന് പറയുന്ന 2 പേരാണ് അവിടെ താമസം, പ്രായമായവരാണ്. അപ്പോൾ അവർ 2 പേരും കൂടി അപ്പം താമസിക്കുന്നൊരു വീട്ടിലാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വേലക്കാരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കൊച്ചമ്മ എന്ന് വിളിച്ചിട്ട് അവർ വീടിനുള്ളിലേക്ക് കയറി. അപ്പം വീടിനുള്ളിലേക്ക് കയറി അവർ പലയിടത്തും നോക്കിയെങ്കിലും കൊച്ചമ്മയെ കാണുന്നില്ല. അപ്പോൾ ഇവർ ഹാളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് ലക്ഷ്മി ഞെട്ടിത്തെറിച്ചു പോയി. രാവിലെ ഈ പറയുന്ന കരിക്കിൻവില്ലയിലേക്ക് എത്തിയ വീട്ടുവേലക്കാരിയായ ലക്ഷ്മി അപ്പോൾ കാണുന്ന കാഴ്ച അവരുടെ കൊച്ചമ്മയും സാറും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഈ KC ജോർജ് എന്ന് പറയുന്ന ആളും റേച്ചൽ എന്ന് പറയുന്ന ആ ഭാര്യയും അവർ 2 പേരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഈ കാഴ്ച കണ്ട് ഇവർ ഞെട്ടിത്തെറിച്ചു പോയി. ഇവർക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. നിലവിളിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി. നിലവിളിച്ച് നേരെ പുറത്തേക്ക് ഓടി അയൽപക്കത്തേക്ക് ഓടിച്ചെന്നു. ഈ KC ജോർജും ഭാര്യയും അധികം ആളുകളോട് അത്ര സഹകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും നേരെ അവർ അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അവിടെ എന്ന് പറഞ്ഞു. അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം, പറയൂ. അവിടെ കൊച്ചമ്മയും സാറും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു, മരിച്ചു, ആരോ കൊന്നു. ഇത്ര മാത്രമാണ് ലക്ഷ്മിക്ക് അവരോട് പറയാൻ കഴിഞ്ഞത്. ഇത് കേട്ട ആളുകളെല്ലാവരും പെട്ടെന്ന് സ്തബ്ധരായി. അയ്യോ, എന്തു പറ്റി, ആരാ കൊന്നത്, അതറിയില്ല, ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്നു, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. നേരെ ആളുകളെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടിയ സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന KC ജോർജിനെയും റേച്ചലിനെയുമാണ് അവർ കാണുന്നത്. അപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ തിരുവല്ലയിൽ നിന്നും പോലീസ് എത്തി നോക്കി. ആരാണ് കൊന്നതെന്നോ എങ്ങനെയാണ് കൊന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് കൊലപാതകി എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അവർ വന്നിട്ട് നേരെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ ഇവരുടെ ശരീരത്ത് പലയിടങ്ങളിലായി കുത്തേറ്റ പാടുകളുണ്ടായിരുന്നു. അതായത് ആ കുത്തിൽ നിന്ന് ആ വായ്ക്കുള്ളിൽ തുണി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെ കട്ടിലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം കണ്ടു. ഒടുവിൽ ഈ മൃതദേഹങ്ങളെല്ലാം കൂടെ അടുത്ത ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോലീസ് ആകപ്പാടെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു വലിയ കവർച്ച നടന്നിട്ടുണ്ട്. കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുവൈറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് ചായൻ നരിച്ച് നാട്ടിലേക്ക് വന്ന് പതുക്കെ ഈ എല്ലാം മതിയാക്കി നാട്ടിലേക്ക് വരുന്ന സമയത്ത് വില കൂടിയ വാച്ചുകളുണ്ടായിരുന്നു, വില കൂടിയ ഓരോ വസ്തുക്കളും അവിടെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലേ, അതെല്ലാം ഉണ്ട്, പണമുണ്ടായിരുന്നു, സ്വർണ്ണമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണുന്നില്ല ആ വീട്ടിൽ. പോലീസിന് മനസ്സിലായി ഇത് കവർച്ച നടത്തുന്നതിനിടയിലുണ്ടായ ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു. പക്ഷേ ആര്? അപ്പം അടുത്ത് ആരെയും കാണുന്നില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ സംശയാസ്പദമായ ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ മൃതദേഹ പരിശോധന, പോസ്റ്റ്മോർട്ടം പരിശോധനയൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞപ്പോൾ മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ട്. 36 മണിക്കൂറുകൾ മരണം കഴിഞ്ഞിട്ട് പിന്നിട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏകദേശം അപ്പോഴുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും പോലീസിനറിയില്ല ആരാണ് എന്നുള്ളത്.
അവിടെ പ്രത്യേകിച്ച് തെളിവുകൾക്കായിട്ട് ഇന്നത്തെ കാലമല്ലല്ലോ, 1980-കളല്ലേ, അവിടെ CCTV പരിശോധിക്കാനോ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനോ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോലീസ് വിശദമായി ക്രൈം സീൻ പരിശോധിച്ചു. അവിടെ അതിവിദഗ്ധമായി തന്നെ വിരലടയാളം പോലും ബാക്കി വെക്കാതെ അലമാരയിലും അവിടെ ജനൽപ്പടി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ടിലിൻ്റെ പടികൾ അവിടെയൊക്കെ പിടിച്ചതെല്ലാം അതിവിദഗ്ധമായി ഇവർ തൂത്ത് വൃത്തിയാക്കി. അതായത് അവിടെ എല്ലാം തുടച്ച് നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇവർ പോയത്. എന്നാൽ പോലീസ് വീണ്ടും വീണ്ടും അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടിയാൽ കൊലപാതകിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതായിരുന്നു. എന്നാൽ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവർക്കൊരു ഷൂ പ്രിൻ്റ് കിട്ടി. ആ ഷൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കടലാസിൽ പതിഞ്ഞു പോയ ഒരു ഷൂ പ്രിൻ്റാണ്. അത് ചോരയിൽ ചവിട്ടിയിട്ട് നടന്നു പോകുന്ന വഴിയിൽ അവരൊരു കടലാസിൽ ചവിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഉണ്ട്, അത് ഇതുവരെ ആരും കാണാത്ത തരത്തിലുള്ള ഒരു ഷൂ പ്രിൻ്റാണ്. അതായത് ടൈഗർ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ വിദേശ കമ്പനിയുടെ ഷൂസാണ് അവിടെയുള്ളത്. കേരളത്തിൽ ആ ഷൂസ് അങ്ങനെ വന്നിട്ടില്ല. അവർ പല ഷൂ കമ്പനികളിലും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ തന്നെയും ആ ഷൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവരിങ്ങനെ, അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ വിദേശ നിർമ്മിതമായ ടൈഗർ എന്ന് പറയുന്ന ഷൂസ് ധരിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലേക്ക് ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളൊരു വിദേശിയായിരിക്കണമെന്ന് പോലീസ് നിഗമനത്തിലെത്തിച്ചേർന്നു. അങ്ങനെ വന്നപ്പോൾ ഇനി ഒരു വിദേശി എവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക ആണ് എളുപ്പം എന്ന് മനസ്സിലായി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ തിരുവല്ലയിലെ അതിപ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ കുറച്ച് വിദേശികൾ താമസമുണ്ട് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. അപ്പം അങ്ങനെ മനസ്സിലായ സാഹചര്യത്തിലാണ് നേരെ പോലീസ് അവിടേക്ക് എത്തി. പോലീസ് അവിടേക്ക് എത്തിയപ്പോഴാണ് അവിടെ മൗറീഷ്യസിൽ നിന്നും മലേഷ്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നുള്ള 3 വിദേശികൾ അവിടെ താമസിക്കുന്നതായി വിവരം ലഭിക്കുന്നത്. നേരെ അവിടേക്കെത്തി ചെന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ ഷൂ അതേപടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ 3 പേരെയും ചോദ്യം ചെയ്തു. റെനി ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരനായി പ്രവർത്തിച്ചത് എന്ന് കൂടുതൽ അന്വേഷണത്തിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തത്? അതായത് ഈ റെനി ജോർജ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബന്ധുവാണ്. അതായത് KC ജോർജിൻ്റെയും റേച്ചലിൻ്റെയും ഒരു ബന്ധുവാണ് ഈ പറയുന്ന ആൾ, അതായത് റെനി ജോർജ്. അപ്പോൾ അങ്ങനെ റെനി ജോർജ് മദ്രാസിലാണ്, അതായത് ഇന്നത്തെ ചെന്നൈയിലാണ് ഈ റെനി ജോർജ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പ്രായത്തിൻ്റേതായ ചെറുപ്പമാണ്, പ്രായത്തിൻ്റേതായ ചില നടപടി ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായി മയക്കുമരുന്ന് ഉപയോഗിക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം അദ്ദേഹത്തെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം മദ്രാസിൽ ഈ പറയുന്ന ഈ 3 പേരുമായിട്ട് ഇവരുമായിട്ട് ആണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. കെനിയൻ സ്വദേശിയും മൗറീഷ്യസും മലേഷ്യക്കാരും ഒക്കെ ആയിട്ട് ആണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു കാര്യം ആലോചിച്ചു, പണമില്ല, കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല, ഇവർക്കാണെങ്കിൽ ലഹരി കൂടിയേ തീരൂ. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇവർ പെട്ടെന്ന് ആലോചിച്ചു, നമുക്ക് എത്രയും വേഗം ഇങ്ങനെ KC ജോർജ് എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസമുണ്ട് തിരുവല്ലയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വരെ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ മദ്രാസിൽ നിന്നും കാർ ഓടിച്ച് ഈ പറയുന്ന 4 പേരും കൂടി നേരെ കരിക്കിൻവില്ല എന്ന് പറയുന്ന വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ KC ജോർജ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റേച്ചലും അവിടെ ഒറ്റയ്ക്കാണ് താമസം എന്നുള്ളത്. അങ്ങനെ നേരെ ഇവർ വീട്ടിലേക്ക് വന്നു കാർ ഓടിച്ച് കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ടു. അവിടെ വന്ന് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു റെനി ജോർജും അദ്ദേഹത്തിൻ്റെ 3 വിദേശികളായ സുഹൃത്തുക്കളും, ബന്ധുവല്ലേ. അവരെ ഈ റേച്ചലും അതോടൊപ്പം KC ജോർജും സ്വീകരിച്ച് അകത്തിരുത്തി നീ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ രാത്രിയിൽ അവർക്ക് കുടിക്കാനും ഭക്ഷണവും ഒക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഈ ആതിഥേയത്വമൊക്കെ സ്വീകരിച്ച് ഇവരവിടെ നിന്ന് ഇതെല്ലാം കഴിച്ചപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ ഇവരെന്തിനാണ് വന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടായി. ആ ചിന്തയുടെ ഭാഗമായി ഇവർ പെട്ടെന്ന് തന്നെ, അധികായന്മാരാണല്ലോ ഇവരെല്ലാവരും, തന്നെയല്ല പ്രായമുള്ള 2 പേരാണ്, ഇവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഇവരെ ശാരീരികമായി കീഴ്പ്പെടുത്തി ഒടുവിൽ ഇവരെ കട്ടിലിൽ ഇവരെ 2 പേരെയും ബന്ധിച്ചു. വായിൽ ഒച്ച വെച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വായിലേക്ക് തുണി കുത്തിത്തിരുകി ഒടുവിൽ തൻ കയ്യിലുണ്ടായിരുന്ന മാരകായുധം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തലങ്ങും വിലങ്ങും കുത്തി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഇവരുടെ ശരീരത്തിൽ നിന്ന് രക്തം അവിടെയെല്ലാം ഒഴുകിപ്പരന്നു. അങ്ങനെ ആ രക്തത്തിൽ ചവിട്ടിയിട്ടാണ് ഈ ഷൂ പ്രിൻ്റ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും, വിദേശ നിർമ്മിത വാച്ചുകൾ, അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ, പണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവർ പതുക്കെ അവിടെ നിന്ന് കവർച്ച ചെയ്യുകയായിരുന്നു. അങ്ങനെ പണവും സ്വർണവും വിദേശ നിർമ്മിത സാധനങ്ങളടക്കം അവിടെ നിന്ന് മോഷ്ടിച്ചതിന് ശേഷം അവർ പതുക്കെ ഡോറ് ചാരി ഇവർ പതുക്കെ കാറെടുത്ത് അവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു.
പക്ഷെ അതിനു മുമ്പായി തന്നെ അവരിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയായിരുന്നു ഇവർ കൃത്യമായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ രസകരമായ ഒരു കാര്യം. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടും സ്വന്തം ബന്ധുക്കളെ, അത് വലിയ ആസൂത്രണത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയായിരുന്നു. നാളുകളായി ചെന്നൈയിലിരുന്നു കൊണ്ട് പുകവലിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ KC ജോർജ് എന്ന് പറയുന്ന വൃദ്ധനെയും റേച്ചൽ എന്ന് പറയുന്ന ആ പാവപ്പെട്ട ആ സ്ത്രീയെയും കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇവർ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വർണം, പണം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് ബന്ധുജനങ്ങളെ പോലും വളരെ നിഷ്കരുണം കൊന്നുകളയാം എന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിരുന്നു കരിക്കൻവില്ല കൊലപാതകം, അതും ഒരു കൂട്ടക്കൊലപാതകം.